നമുക്കിനി ഒന്ന് ജെയ്സണിലേക്ക് പോകണം. അതെ, ചെറുതുരുത്തിയിൽ കാത്തു നിൽക്കുകയാണ്. അതെ, ചെറുതുരുത്തി, വള്ളത്തോൾ നഗർ, ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ CPM വലിയ ആത്മവിശ്വാസം നൽകുന്ന സ്ഥലമാണ്. അവസാനത്തെ സമയത്ത് CC ജയൻ പണമൊഴുക്കി എന്നൊക്കെ പറഞ്ഞുള്ള വിവാദങ്ങളൊക്കെ വന്ന ചെറുതുരുത്തിയിൽ തന്നെയാണ് ആ 19 ലക്ഷം ശരിക്കും മാർബിൾ വാങ്ങാനായിരിക്കുമോ എന്നുള്ളതിൽ പിന്നൊന്നും കേട്ടില്ല. ആരുടെ വീടിന്റെ മാർബിൾ പാകാനാണ് എന്നുള്ളതാണ് എന്തായാലും പ്രധാനപ്പെട്ട ചോദ്യം. പല രീതിയിൽ കുഴൽപ്പണം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന തെരഞ്ഞെടുപ്പാണ്. പല വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ വന്നിരുന്നു. വിവാദങ്ങൾക്ക് ഒട്ടും പഞ്ഞമില്ലാതിരുന്ന തെരഞ്ഞെടുപ്പ്. ചേലക്കര ആദ്യഘട്ടത്തിലെ വിവാദങ്ങളൊന്നും ബാധിച്ചിരുന്നില്ല. പിന്നെ രാധാകൃഷ്ണൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടോ ഇല്ലയോ, പ്രചരണത്തിന് വരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ മാത്രമായിരുന്നുവെങ്കിൽ ചേലക്കര പൊതുവെ സമാധാനപരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്ന് വെച്ചാൽ രാഷ്ട്രീയ വിവാദ വിഷയങ്ങൾക്കും അപ്പുറം വികസനം ചർച്ച ചെയ്ത ഈ ചേലക്കര മണ്ഡലത്തിൽ ജെയ്സൺ ചാമവളപ്പിൽ ഈ പോളിംഗ് പെർസെന്റേജിന്റെ ഇടിവ് ഏത് മുന്നണിയിലാണ് ഏറ്റവും കൂടുതൽ നെഞ്ചെടുപ്പും ആകാംക്ഷയും ആശങ്കയും ഉണ്ടാക്കുന്നത്? അവസാന നിമിഷം UR പ്രദീപ് കണക്ക് കൂട്ടുന്നത് പോലെ 18,000 മുകളിലേക്ക് മാർജിൻ പോകാനുള്ള സാധ്യതയുണ്ടോ? രമ്യ ഹരിദാസും UDF ക്യാമ്പും അല്പം വിഷാദത്തിലാണോ? NDAക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താൻ കഴിയുമോ? ജെയ്സൺ. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ആദ്യം ഇതിന്റെ സാങ്കേതികമായ ചില കാര്യങ്ങളിലേക്ക് കടക്കാം. അതായത് 1,56,548 വോട്ടാണ് പോൾ ചെയ്തത്. 1,418 പോസ്റ്റൽ വോട്ടുകൾ നിലവിലുണ്ട്. 8 മണി വരെ ഇനിയും പോസ്റ്റൽ വോട്ടുകളും മറ്റ് സർവീസ് വോട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കണക്കൂട്ടിയാൽ ഏകദേശം 1,500ഓളം പോസ്റ്റൽ വോട്ടുകൾ ഉണ്ടാകും. 14 ബൂത്തുകൾ ഒരേ സമയം എണ്ണും. 13 റൗണ്ടുകളാണ് ഉണ്ടാവുക. ഇതിൽ ആദ്യം എണ്ണി തുടങ്ങുന്നത് വരവൂരാണ്. വരവൂര് 1 മുതൽ 13 വരെ ബൂത്താണ്. രണ്ടാമത് ദേശമംഗലമാണ്, 14 മുതൽ 28 വരെയുള്ള ബൂത്തുകൾ. വള്ളത്തോൾ നഗർ 29 മുതൽ 46 വരെയുള്ള ബൂത്തുകൾ. ഇതിൻ്റെ അവസാനം എണ്ണുന്നത് പഴയന്നൂരാണ്, 148, 177 വരെയുള്ള ബൂത്തുകൾ. ഈ ബൂത്തുകളുടെ ഒരു സ്വഭാവം പരിഗണിച്ചാൽ നേരത്തെ നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലെയൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യം, ആദ്യത്തെ 3 പഞ്ചായത്തുകൾ വരവൂരിലെ 1 മുതൽ വള്ളത്തോൾ നഗറിലെ 46 വരെയുള്ള ബൂത്തുകൾ എന്ന് പറയുന്നത് LDFന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ബൂത്തുകളാണ്. വരവൂർ എന്ന് പറയുന്നത് വരവൂരിലെ പഞ്ചായത്തിൽ സ്ഥിതി തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആകെയുള്ള 14 വാർഡുകളിൽ 11 വാർഡുകളും ഭരിക്കുന്നത് LDF ആണ്. അപ്പോൾ വരവൂരിലെ LDFന്റെ സ്ഥിതി നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ വള്ളത്തോൾ നഗറും മറ്റൊരു LDFന്റെ കോട്ടയാണ്. വള്ളത്തോൾ നഗറിൽ ആകെ 16 വാർഡുകളിൽ 15 വാർഡും ഭരിക്കുന്നത് LDF ആണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വള്ളത്തോൾ നഗറിലെ ചെറുതുരുത്തിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലെ കൗണ്ടിംഗ് സ്റ്റേഷനിലാണ്. ഇപ്പോൾ ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായി വരുന്നു. ഏകദേശം 7:30യോടുകൂടി സ്ട്രോങ് റൂം തുറക്കും. 8 മണിയോടുകൂടി പോളിംഗ് ആരംഭിക്കും. ഇനി ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ആദ്യത്തെ 3 പഞ്ചായത്തുകളിൽ വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായില്ലെങ്കിൽ അത് LDFനെ സംബന്ധിച്ച് ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം പരിശോധിച്ചാൽ രാധാകൃഷ്ണൻ മത്സരിച്ച കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12,000ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഈ 3 പഞ്ചായത്തുകളിൽ നിന്ന് രാധാകൃഷ്ണൻ നൽകിയത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ അതിൽ നിന്ന് വലിയ വ്യത്യാസം വന്നു എന്നതാണ് UDFനെ സംബന്ധിച്ചുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എണ്ണാൻ പോകുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ സാധ്യമല്ല. അത്രയേറെ അടിയൊഴുക്കുകൾ ഇത്തവണ ചേലക്കരയിലുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇതിൽ ഏറ്റവും ക്രൂഷ്യലായ പഞ്ചായത്തായിട്ട് കണക്കാക്കുന്നത് ഏത് പഞ്ചായത്താണ്? ഞാൻ ചേലക്കരയാണ് കണക്കാക്കുന്നത്. കാരണം ചേലക്കരയിലെ കണക്ക് വളരെ കൗതുകകരമാണ്. ചേലക്കരയിൽ 2016 തന്നെ 385ഓളം വോട്ടുകൾ UR പ്രദീപിന് ലീഡ് ഉണ്ടായിരുന്ന സമയത്തും മറിച്ച് UDF സ്ഥാനാർത്ഥിക്ക് കൊടുത്തതാണ്. അതേപോലെ 2019 ആകുമ്പോൾ ചേലക്കര മണ്ഡലത്തിൽ 4,747 വോട്ടുകളാണ് രമ്യ ഹരിദാസിന് അനുകൂലമായിട്ട് പോൾ ചെയ്യുന്നത്. ചേലക്കരയിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 367 വോട്ടുകൾ UDFന് അനുകൂലമായിട്ട് പോൾ ചെയ്തിട്ടുണ്ട്. ചേലക്കര മണ്ഡലത്തിലെ ചേലക്കര പഞ്ചായത്തിൽ ഇക്കുറി ഒരുപക്ഷെ 2,000-ലും വോട്ടുകൾ UDFന് ലീഡ് നേടാൻ സാധിച്ചാൽ അതൊരു ട്രെൻഡാണ്, അതൊരു സൂചനയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? തീർച്ചയായും അരുൺകുമാർ, അതാണ് നേരത്തെ അരുൺകുമാറിന്റെ കണക്ക്. വളരെ രസകരമായ കണക്കാണ്. ഇതേ രാധാകൃഷ്ണന് ലോകസഭയിൽ മത്സരിച്ചപ്പോൾ നൽകിയത് 6,949 വോട്ടാണെങ്കിൽ ഇതേ രാധാകൃഷ്ണൻ ലോകസഭയിലേക്ക് മത്സരിക്കുമ്പോൾ UDFനാണ് അവിടെ 367 വോട്ടിന്റെ ഭൂരിപക്ഷം നൽകുന്നതെന്ന് പറഞ്ഞാൽ ചേലക്കര ഒരു സ്വിംഗിങ് പഞ്ചായത്ത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഏത് രീതിയിൽ വേണമെങ്കിലും മാറാൻ കഴിയാവുന്ന
ഒരു വോട്ടിംഗ് പാറ്റേൺ ഉള്ള ഒരു പഞ്ചായത്താണ്. ചേലക്കര അതീവ നിർണായകം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ആദ്യഘട്ടങ്ങളിൽ LDFന് അനുകൂലമായ പഞ്ചായത്താണെങ്കിൽ അതിന്റെ മധ്യത്തിലെത്തുമ്പോൾ എങ്ങോട്ട് തിരിയണമെന്ന് തീരുമാനിക്കുന്ന പഞ്ചായത്തായി മാറുന്നു. അതോടൊപ്പം പഴയന്നൂരും തിരുവില്ലാമലയിലും കൊണ്ടാഴിയും ഒക്കെ എത്തുമ്പോൾ UDFന് അനുകൂലമായ ഒരു നിലപാട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴാണ് ഈ ചേലക്കരയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. നടുവിലെത്തുമ്പോൾ ചേലക്കര എങ്ങോട്ട് ചായുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ വിധി നിർണയം എന്ന് നമുക്ക് ഉറപ്പ് പറയാനാകും. LDF പ്രതീക്ഷിക്കുന്ന പോലെ 18,000 വോട്ടൊന്നും ലഭിക്കാനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയ നമുക്ക് ബോധ്യപ്പെടുന്നില്ല. പക്ഷേ ഒരു സുരക്ഷിതമായൊരു മണ്ഡലം എന്ന നിലയിൽ, പരമ്പരാഗതമായി 96 മുതൽ LDFനെ പിന്തുണയ്ക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ ഒരു ആത്മവിശ്വാസം LDFനുണ്ട്. ആത്മവിശ്വാസം സ്വാഭാവികമായി തങ്ങൾക്ക് വരേണ്ട വോട്ടുകൾ തങ്ങൾക്ക് വരുമെന്നതിനാണ്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. തൃശ്ശൂരിൽ BJP ഉണ്ടാക്കിയ വലിയ ആത്മവിശ്വാസം, വിജയത്തിലൂടെ ഉണ്ടാക്കിയ ആത്മവിശ്വാസം അതേ അളവിൽ ചേലക്കരയിൽ പ്രവർത്തിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട സംഗതി. 527 വരുന്ന സങ്കേതങ്ങൾ, പഴയ കോളനികൾ എന്ന് വിളിക്കുന്ന 527 വരുന്ന SC/ST സങ്കേതങ്ങളിൽ BJP വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നാണ് അവസാനം നമുക്ക് ലഭിക്കുന്ന വിവരം. ജെയ്സൺ, അങ്ങനെയാണെങ്കിൽ നേരിയ വ്യത്യാസമുള്ള UR പ്രദീപും K രാധാകൃഷ്ണനും മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന വോട്ടുകളിൽ വ്യത്യാസമുണ്ടാകുമല്ലോ. ചേലക്കരയുടെ രാധേട്ടനും ഒപ്പം ചേലക്കരയുടെ UR പ്രദീപും 2016ഉം 21 നമ്മളെടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. UR പ്രദീപ് മത്സരിച്ച 2016-ൽ അവിടെ മുള്ളൂർക്കരയിലും അതോടൊപ്പം കൊണ്ടാഴിയിലും പാഞ്ഞാളിലും ഇവിടെയെല്ലാം 1000-ന് താഴെ മാത്രമാണ്. നമ്മൾ ചേലക്കര ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. 255 വോട്ടുകൾ 2016-ൽ UR പ്രദീപിന് അവിടെ കുറവായിരുന്നു. അപ്പോൾ ഈ 3 പഞ്ചായത്തുകൾ 1000-ൽ താഴെ കിട്ടിയ പാഞ്ഞാൾ, ഒപ്പം മുള്ളൂർക്കര, പഴയന്നൂർ, മുള്ളൂർക്കര ഒപ്പം കൊണ്ടാഴി, ഈ 3 പഞ്ചായത്തുകൾ അത് ഇത്തവണ രമ്യ ഹരിദാസിന് ഏതെങ്കിലും തരത്തിൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവിടെ UDF കാര്യമായി ഫോക്കസ് ചെയ്തിരുന്നോ? ഇത്തവണ അത്തരത്തിലൊരു അഡ്വാൻറ്റേജ് UDF പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ഭരണവിരുദ്ധ വികാരം ഏറ്റവും അധികം വോട്ടായി മാറാൻ സാധ്യതയുള്ള പഞ്ചായത്തുകളിൽ 3 പഞ്ചായത്തുകൾ, ഒന്ന് കൊണ്ടാഴിയും തിരുവില്ലാമലയും പഴയന്നൂരുമാണ്. ഈ പഞ്ചായത്തുകളിൽ വലിയ തോതിൽ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് UDF പ്രതീക്ഷിക്കുന്നത്. ആദ്യത്തെ 3 പഞ്ചായത്തുകൾ വരവൂര്, അതുപോലെ തന്നെ ദേശമംഗലം, വള്ളത്തോൾ നഗറിൽ ഏകദേശം 8000-ന് താഴെയാണ്, 5-നും 8-നും ഇടയിലാണ് ഭൂരിപക്ഷമെങ്കിൽ വലിയ പ്രതീക്ഷ UDFന് വരും പഞ്ചായത്തുകളിൽ നൽകും. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ച പോലെ ചേലക്കര പഞ്ചായത്ത് നേരത്തെയുള്ള കണക്കുകൾ, അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അത് എങ്ങോട്ട് വേണമെങ്കിലും മാറാൻ കഴിയാവുന്ന ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ഒരു ഭൂരിപക്ഷം മുന്നത്തെ പഞ്ചായത്തുകളിൽ, അതായത് ആദ്യത്തെ 3 പഞ്ചായത്തുകളിൽ വോട്ടെണ്ണുമ്പോൾ ഏകദേശം 8000-ന് താഴെ, 5000-നും 8000-നും ഇടയിലാണെങ്കിൽ സ്വാഭാവികമായും ചേലക്കരയിലെയും അവസാനം എണ്ണാൻ പോകുന്ന 3 പഞ്ചായത്തുകളിലെയും ഒരു ഭൂരിപക്ഷം UDFന് അനുകൂലമാകുമെന്നാണ് UDF കേന്ദ്രങ്ങൾ നൽകുന്നത്. പക്ഷേ ഇതെല്ലാ കണക്കുകളും തള്ളിക്കൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് 96 മുതൽ തങ്ങൾക്കൊപ്പം നിന്ന ഈ മണ്ഡലം വീണ്ടും തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന